ഷാമിലി, പരമാവധി ശിക്ഷ വേണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നേരത്തെ ശബന പറഞ്ഞതുപോലെ തന്നെ വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ പറയുന്നത് യങ് ആൻഡ് ഏജ് പീപ്പിൾസ് എന്ന് പറയുന്നത് അത്തരം ആളുകളെ പരമാവധി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ ചെന്താമരയുടെ കാര്യത്തിൽ അതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെ പരിഗണന ചെന്താമരയ്ക്ക് നൽകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ വിധി പ്രസ്താവം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശദമായി തന്നെ കോടതി അക്കാര്യങ്ങൾ പറയുന്നു. അതായത് സജിതയെ കൊലപ്പെടുത്തിയ കേസ് മുതൽ കോടതിയിൽ ചെന്താമര നടത്തിയിട്ടുള്ള പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്നു. ആസൂത്രിതമായ കൊലപാതകമാണ് എന്നുള്ളത് ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിലെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചതായി പറയുന്നുണ്ട്. അതായത് കോടതി കൊലപാതകം നടത്തിയിട്ട് പോലും പ്രതി നിരന്തരമായി ആ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് അകത്ത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ പ്രതികരണം തേടുന്ന സമയത്ത് ആ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സമയത്ത് പ്രതിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അതിൽ ഞാനാണ് ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗാന്ധിജിയല്ല, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് പ്രതി മാറുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചെന്താമരയ്ക്ക് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നേരത്തെ ഈ അപൂർവമായ കേസുകൾക്ക് മാത്രമേ വധശിക്ഷ നൽകാറുള്ളൂ. കേരളത്തിലെ ഏറ്റവും വധശിക്ഷ വിധിക്കാറുള്ളൂ. ഏറ്റവും ഒടുവിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകരയിൽ ഷാരോൺ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ഈ ഷാരോണിന്റെ സുഹൃത്തായിരുന്നിട്ടുള്ള ഗ്രീഷ്മയ്ക്കെതിരെയാണ് വധശിക്ഷ. അതിലിപ്പോൾ നേരത്തെ ശബന പറഞ്ഞതുപോലെ സെഷൻ കോടതി വധശിക്ഷ വിധിച്ചാലും അതിന് ഹൈക്കോടതിയുടെ അംഗീകാരം വേണ്ടതുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയുടെ അംഗീകാരം തേടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വധശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനുള്ള ഒരു അവസരം പോലും ഇല്ല. അപ്പോൾ മേൽക്കോടതി അത് വളരെ വിശദമായി തെളിവുകൾ പരിശോധിച്ച് വധശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. അതുകൊണ്ട് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാലും അതിൽ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാത്രമേ അത് ഉറപ്പാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു ശിക്ഷയിലേക്ക് പോകുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു നിരീക്ഷണം നടത്താൻ കഴിയില്ല. കാരണം കോടതിയാണിത് പറയേണ്ടത്. പക്ഷെ കോടതി ഇതുവരെ നടത്തിയിട്ടുള്ള വിധിയുടെ പരാമർശങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ വധശിക്ഷയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇത് കോടതിയാണ് അതിനകത്ത് വിധി പറയേണ്ടത്. പക്ഷേ ഈ പറയുന്ന ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം അടുത്തൊരു കൊലപാതകം നടത്തുകയാണ്. ആ കുടുംബത്തിലെ തന്നെ രണ്ടുപേരെ, ആ കുടുംബത്തിൽ ആദ്യം സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, സുധാകരന്റെ മക്കളെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു, അതിനകത്ത് സാക്ഷി പറയുന്ന പുഷ്പയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം പറയുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസിനെ അപൂർവമായ കേസായി പരിഗണിക്കണം. അതായത് വധശിക്ഷ വേണമെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ എങ്ങനെയാണ്, അതുകൊണ്ടാണ് നേരത്തെ മിറ്റിഗേഷൻ റിപ്പോർട്ട് നേരത്തെ ശബന വളരെ വിശദമായി അത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരാൾക്ക് ഒരു പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രതിയുടെ സാമൂഹ്യ പശ്ചാത്തലം പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ തിരുത്താനുള്ള സാധ്യതയുണ്ടോ, തിരുത്താൻ ഏതെങ്കിലും വശാൽ സാധ്യതയുണ്ടെങ്കിൽ അതിൽ വധശിക്ഷ നൽകരുത് എന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ നമ്മളെ കോടതികൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ കുറ്റബോധം തോന്നുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന വാദം പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട വാദത്തിൽ കോടതിയോട് പറയുന്നുണ്ട്. കാരണം അത് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം പറയുന്നതാണ്. ഒരു തരത്തിൽ പോലും അത് വിശ്വാസത്തിലെടുക്കരുത്. കാരണം കോടതിയിൽ ഒരു ഘട്ടത്തിൽ പോലും ചെന്താമര തനിക്ക് കുറ്റബോധമുണ്ട് എന്നും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു വീരകൃത്യം ചെയ്ത പോലെയാണ് ചെന്താമര നടക്കുന്നത്. മാത്രമല്ല കോടതിയോട് പോലും പറയുന്നത് ഞാൻ ഗാന്ധിജിയല്ല, ഇത്തരം ഒരു അവസരം ഇങ്ങനെ എൻ്റെ ഒരു അവസ്ഥയുണ്ടായാൽ താങ്കളും അത് ചെയ്യുക എന്നതാണ് പറയുന്നത്. പിന്നീട് ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതിക്ക് മാനസിക സമ്മർദ്ദം ഉള്ളതിനാൽ വീട്ടിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ വിഷം സൂക്ഷിച്ചെന്ന പ്രതിഭാഗം പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ചെന്താമര വിഷം കഴിച്ചു എന്നതിന് തെളിവില്ല. അതായത് വിഷം കഴിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം തൻ്റെ കൂടി ജീവിതം അവസാനിപ്പിക്കുക, ജീവൻ എടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ചെന്താമര പോയിട്ടില്ല. അങ്ങനെയൊന്നും സംഭവം ഒരു തെളിവില്ല, ആത്മഹത്യാ തിയറിക്ക് തെളിവില്ല എന്നുള്ളത് ഇപ്പോൾ കോടതി വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇത് പോകുന്നത് നേരത്തെ പ്രോസിക്യൂഷന്റെ വാദത്തിലേക്ക് തന്നെയാണ്. പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ വധശിക്ഷയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. കോടതിയുടെ ഇതുവരെയുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന കുറേ പോയിന്റുകളാണ് കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു തരത്തിൽ മാനസികാന്തരം വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് കോടതി വിശ്വസിച്ചാൽ സ്വാഭാവികമായും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതിന് ഒരുപക്ഷെ ജീവപര്യന്തത്തിലേക്കോ അല്ലെങ്കിൽ മറ്റതിലേക്കോ പോകാൻ പ്രായമൊക്കെ പരിഗണിച്ച് ഒരുപക്ഷെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്.